രേണുസുതി ആർട്ടിസ്റ്റുമാണ്. രേണുസുതി കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു അനുഗ്രഹീത കലാകാരന്റെ വൈഫുമാണ്. അതുപോലെ സെലിബ്രിറ്റിയാണ്, തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. കൊച്ചിൻ സംഗമിത്ര എന്ന വളരെ വലിയൊരു നാടക സമിതിയുടെ ഒരു ആർട്ടിസ്റ്റാണ് രേണുസുതി. അതുപോലെ ഇനി ഏറ്റവും മുന്നിൽ പറയാനുള്ളത് ബിഗ് ബോസ് സീസൺ 7 ഒരു കണ്ടസ്റ്റന്റും കൂടെ. രേണുസുതി ആരാണെന്നുള്ള ഉത്തരവാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. രേണുസുതി ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് രേണുവിടെ നൽകിയിരിക്കുന്നത്. എന്തായാലും കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണുസുതി സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റായി മാറിയത്. രേണു എന്ത് ചെയ്താലും അതിന് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ റീച്ചും കിട്ടാറുണ്ട്. അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാന മാർഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടല്ലോ, ക്യാമറമാൻ പറയുന്നതനുസരിച്ച് അഭിനയിക്കുന്ന റിയൽ ആർട്ടിസ്റ്റ് വേണം പറയാൻ അല്ലേ. ശരിക്കും ആ ഒരു കൊച്ചിന് ഉമ്മ കൊടുക്കുമ്പോൾ വീഡിയോയിലേക്ക് നോക്കുകയാണ് അത് ഷൂട്ട് ചെയ്തോ എന്നും. ശരിക്കും രേണു എങ്ങനെയാണ് വൈറലായെന്നുള്ള കാര്യം മനസ്സിലായില്ല. കാരണം ഈ പുള്ളിക്കാരത്തി എങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറയും തൂക്കിപ്പിടിച്ച് കുറെ എണ്ണം പിറകെ നടപ്പുണ്ട്. രേണു അങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറ, ഇങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറ, ചായ കുടിച്ചാലും ക്യാമറ, ചോറ് കഴിച്ചാലും ക്യാമറ, സകലമാന അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ക്യാമറയെ പിടിച്ചുകൊണ്ട് അതിനൊത്ത ക്യാപ്ഷനും തമ്പനയിലും ടൈറ്റിലുമായിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നിറച്ചങ്ങോട്ട് വാരിയിട്ടേണ്. ഇത് ഒരുപാട് വീഡിയോകളിൽ നിന്നുള്ള ഒരു വീഡിയോ മാത്രമാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത്തരത്തിൽ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഉണ്ട്. നിങ്ങൾ ഏകദേശം കണ്ട് വെറുത്ത സാധനങ്ങൾ തന്നെയായിരിക്കും. ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വൈറൽ താരം എന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാള സീസൺ 7 എത്തിച്ചത്. ഹൗസിലേക്ക് കയറും മുമ്പുണ്ടായിരുന്ന നെഗറ്റിവിറ്റി കുറയ്ക്കാൻ ഷോയുടെ ഭാഗമായതിനു ശേഷം രേണുവിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുത്തവർ പോലും രേണുവിന് വോട്ട് ചെയ്തു തുടങ്ങിയ ഒരു കാലമായിരുന്നു. എന്നാൽ രേണു അപ്രതീക്ഷിതമായിട്ടാണ് ഷോ ക്വിറ്റ് ചെയ്തിറങ്ങിയത്. എന്നാൽ രേണു ബിഗ് ബോസ് വിട്ടതിന് പിന്നിലെ വലിയ രീതിയിലുള്ള ഒരു തന്ത്രം തന്നെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം രേണു ഒരുപാട് വളർന്നു കഴിഞ്ഞു എന്നുള്ള. നിരവധി പ്രൊമോഷൻ പരിപാടികൾക്ക് വേണ്ടി ഇന്റർനാഷണൽ ട്രിപ്പിലൊക്കെയാണ് ഇപ്പോൾ രേണു. എന്നാൽ അതേസമയം നോക്കുവാണെങ്കിൽ അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം രേണുസുതി ഏറ്റവും കൂടുതൽ നേരിട്ടതും ബോഡി ഷേമിംഗ് തന്നെയായിരുന്നു. ശരീരത്തിന്റെ ഭാരക്കുറവ്, പല്ലിലുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏറെ വിമർശനങ്ങൾ. കിളവി എന്തെങ്കിലുമുള്ള വിളികളും രേണുവിന് സോഷ്യൽ മീഡിയ വഴി കേൾക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു പല്ലിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തനിക്ക് ചിലർ അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും ട്രീറ്റ്മെന്റിൽ പോകാൻ സമയമില്ല എന്നത് മാത്രമാണ് പ്രശ്നം എന്ന് പറയുകയാണ് രേണുസുതി. പല്ലിന്റെ ശരിയാക്കാനുള്ള വന്നിട്ടുണ്ട്. ഞാനിപ്പം പറയാം, എനിക്ക് സമയമില്ല ട്രീറ്റ്മെന്റിന് പോകാൻ വേണ്ടിട്ട്. അതാണ് നവംബർ പകുതിയാകുമ്പോ തന്നെ ഞാൻ എന്തായാലും പല്ലിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങും. പല്ലല്ലേ പ്രശ്നം. എന്തായാലും പല്ലിന്റെ പ്രശ്നം അതും കൂടെ കഴിഞ്ഞ് ഒരു വരം ഇങ്ങോട്ട് വരും എന്ന് തന്നെയാണ് രേണു പറയുന്നത്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഉദ്ഘാടനങ്ങളും പ്രൊമോഷനുകളും മ്യൂസിക് വീഡിയോ ഷൂട്ടുകളും എന്നിവയെല്ലാമായി തിരക്കിലാണ് രേണുസുതി. ഒരു മാസത്തോളമാണ് രേണു ബിഗ് ബോസിൽ ചെലവഴിച്ചത്. ഹൗസിൽ തുടരാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെന്നും മെന്റലി തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് രേണു നിരന്തരമായി പറഞ്ഞതോടെയാണ് ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോകാൻ ബിഗ് ബോസ് ടീമും രേണുവിന് അനുവാദം നൽകിയത്. അതേസമയം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം തിരക്കോട് തിരക്ക് തന്നെയാണ് രേണു. 100 ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നിരുന്നുവെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള പ്രതിഫലത്തിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ പുറത്തിറങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, അതായത് സ്വർണ്ണമാലയും പണമായും രേണു സമ്പാദിച്ചു കഴിഞ്ഞു. 30 ദിവസത്തോളം ഹൗസിൽ നിന്നതിന് ശേഷം രേണു സ്വമേധയാ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു വരികയായിരുന്നു. ഷോയിൽ ഇനിയും തുടർന്നാൽ കൊല്ലം സുധിയുടെ മരണത്തോടെ ഉണ്ടായ ആ ഒരു ട്രോമയും ബുദ്ധിമുട്ടുകളും തിരിച്ചു വരുമെന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് രേണു അറിയിച്ചതോടെയാണ് ബിഗ് ബോസ് ഷോ ക്വിറ്റ് ചെയ്യാൻ സമ്മതവും നൽകിയത്. പുറത്തു വന്ന ശേഷം നിരവധി ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ അവസരം രേണുവിന് ലഭിച്ചു. ശേഷം ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് 15 ദിവസത്തോളം ദുബായിലായിരുന്നു രേണു. അവിടെ നിന്നുള്ള വീഡിയോകൾ വൈറലാവുകയും വിവാദമാവുകയും ചെയ്തിരുന്നു. രേണു ദുബായിലെ ബാറിൽ ഡാൻസറായി ജോലി ചെയ്യുന്നു എന്ന തരത്തിലായിരുന്നു അന്ന് പ്രചരിച്ചത്. എന്നാൽ സത്യം എന്താണെന്ന് കേരളത്തിൽ തിരികെ വന്നതിന് ശേഷം രേണു തന്നെ വ്യക്തമാക്കി. ഡയമണ്ട് മോതിരം, റെയ്മണ്ട് ഗ്ലാസ് തുടങ്ങിയ ഒട്ടുനിരവധി സമ്മാനങ്ങളുമായിട്ടാണ് രേണു ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നത്. രേണുവിന്റെ അടുത്ത ട്രിപ്പ് ബഹ്റിനിലേക്കാണ്. ആ ഒരു യാത്രയും ഒരു റെസ്റ്റോറന്റിന്റെ പ്രമോഷനായാണ്.
ഏതായാലും ആ ബഹ്റൈൻ യാത്രയും പുള്ളിക്കാരി തുടങ്ങിക്കഴിഞ്ഞു. 10-15 ദിവസത്തോളം ബഹ്റിനിലായിരിക്കും എന്നാണ് രേണു അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു വിദേശ യാത്രയ്ക്ക് മുൻപ് ഏറ്റെടുത്ത ഷൂട്ടുകളും രേണു ഓടി നടന്ന് പൂർത്തിയാക്കി. അതിനിടയിലാണ് രേണുവിന്റെ ഒരു വീഡിയോ വളരെയധികം ചർച്ചയായത്. അതായത് സുധിയുടെ നാട്ടിലെ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് രേണു എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് രേണു കൊല്ലത്ത് ഒരു പരിപാടിയിൽ അതിഥിയായിട്ട് വരുന്നത്. പരിപാടിക്ക് ശേഷം രേണു സുധിയുടെ കുടുംബ വീട്ടിലേക്ക് പോയി അമ്മയും ബന്ധുക്കളെയും ഒക്കെ സന്ദർശിച്ചു. സുധിയുടെ മരണശേഷം ആദ്യമായിട്ടാണ് രേണു കൊല്ലത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സുധിയുടെ അമ്മയെ കണ്ടതും അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടവും വിഷമവും അണപൊട്ടിയൊഴുകി. ഇരുവരും കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. ഒപ്പം സുധിയുടെ ഫോട്ടോയും മറ്റു ഓർമ്മകളും എല്ലാം ഏറെ നേരം നോക്കിയിരുന്നു. എന്തായാലും ഈ വീഡിയോ വൈറലായതോടെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള നിരവധി കമന്റുകൾ വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. രേണു ക്യാമറ കണ്ടതുകൊണ്ട് സങ്കടം അഭിനയിച്ചു എന്നായിരുന്നു ചില കമന്റുകൾ. കരഞ്ഞപ്പോൾ ക്യാമറ നോക്കുന്ന രേണു ഇത്രയും എക്സ്പ്രഷൻ മതിയോ എന്ന് ചോദിക്കുന്നത് പോലുണ്ട്. കരയുന്നതിനിടയിലും ക്യാമറയുടെ ഫോക്കസിനെ കുറിച്ചാണ് ചിന്ത. ഇടയ്ക്കിടയ്ക്ക് ഏറെ കണ്ടിട്ട് നോക്കുന്നുമുണ്ട്. വീഡിയോ നല്ലതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അഭിനയിച്ചങ്ങ് തകർക്കുവാണല്ലോ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. ശരിക്കും ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കും ഏകദേശം അങ്ങനെയാണ് തോന്നുന്നത്. എന്തിനാണ് ഈ ഒരു വൈകാരിക നിമിഷങ്ങൾ എന്തിനാണ് ക്യാമറയിൽ പകർത്തുന്നത്? നമുക്കറിയാം ഈ ഒരു ക്യാമറയിൽ തൂക്കി പിടിച്ച് രേണു എങ്ങോട്ട് പോയാല് ആ പിറകെ തന്നെ ഉണ്ട് ഓരോ എങ്ങനെ തിരിഞ്ഞാലും എങ്ങനെ നിന്നാലും ഷൂട്ട് എടുക്കാൻ വേണ്ടി. പക്ഷെ നോ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ക്യാമറ കണ്ണുകൾ വരില്ല അല്ലെ? രേണു ഇവിടെ പറയാമായിരുന്നു, ദയവേത് നിങ്ങൾ ഇവിടെ ഈ സീനുകളൊന്നും ക്യാമറയിൽ പകർത്തരുത് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ അതല്ല സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഷൂട്ട് പോലെയാണ് തോന്നിയത് അല്ലെ? ഭർത്താവിന്റെ വീട്ടിൽ വന്ന അമ്മയെ കാണുന്നത് അല്ലെങ്കിൽ കരയുന്നതും എടുക്കുന്നതൊക്കെ അത് അവരുടെ വൈകാരിക നിമിഷം അല്ലെങ്കിൽ അവരുടെ സ്വന്തം പ്രൈവസി ആയിട്ടുള്ള നിമിഷങ്ങളാണ്. അപ്പൊ അതിനെ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കാൻ രേണു ഒരിക്കലും അനുവദിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ രേണു ഇപ്പോൾ കേൾക്കുന്നത്. എന്നാൽ രേണുവിനെ ഈ ഒരു വിമർശനങ്ങൾക്കിടയിലും അനുകൂലിച്ചെത്തുന്നവരുണ്ട്. അവരുടെ വിഷമം അവർക്കേ അറിയൂ. സുധിച്ചേട്ടൻ പോയതിനു ശേഷം രേണു കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും നെഗറ്റീവ് വരില്ലായിരുന്നു. നന്നായി വരും രേണു എന്നും നിന്നെയും മക്കളെ ദൈവം അനുഗ്രഹിക്കുമെന്നും രേണു കരയുന്നതും ആ അമ്മയെ കാണുമ്പോൾ മാത്രമാകും, അല്ലാത്തപ്പോൾ അവൾ സ്ട്രോങ് ആണ്, ഇങ്ങനെയായിരുന്നു അനുകൂലിച്ചവരുടെ കമന്റുകൾ. സുധിയുടെ മൂത്ത മകനായ കിച്ചു സുധിയുടെ അമ്മയ്ക്കൊപ്പം താമസിച്ചാണ് പഠിക്കുന്നത്. രേണു ബിഗ് ബോസിലായിരുന്നപ്പോൾ സുധിയുടെ രണ്ടാമത്തെ മകൻ ഋതുലിനെ പരിപാലിച്ചത് കിച്ചു ആയിരുന്നു. സ്വന്തം ചാനലിലൂടെ കിച്ചു നല്ലൊരു വരുമാനവും കണ്ടെത്തുന്നുണ്ട്. ബിഗ് ബോസിൽ പോയത് കൊണ്ട് തനിക്ക് ലഭിച്ച 2 സിനിമകൾ നഷ്ടപ്പെട്ടതായിട്ട് രേണു പറഞ്ഞിരുന്നു. അതേസമയം തനിക്ക് കിട്ടിയ ഫെയിം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ പോയ ഒരു കലാകാരനാണ് കൊല്ലം സുധി. എന്നാൽ ഭാര്യയും അഭിനേത്രിയുമായിട്ടുള്ള രേണു സുധി നേരെ തിരിച്ചാണ്. താൻ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ബോധ്യം രേണുവിനുണ്ട്. 1.5 വർഷം കൊണ്ടുള്ള രേണുവിന്റെ മാറ്റം തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 30 ദിവസത്തോളം നിന്ന ശേഷമാണ് സ്വമേധയാ രേണു ഷോ കിറ്റ് ചെയ്ത് ആക്റ്റീവായി ഗെയിമർ അല്ലാതിരുന്നിട്ട് കൂടി വോട്ടിംഗിൽ പോലും രേണു മുന്നിലായിരുന്നു. ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ ടോപ്പ് 5 ഇടം പിടിക്കാൻ പ്രേക്ഷകർ രേണുവിനെ സഹായിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു നല്ലൊരു അവസരം ബുദ്ധിശൂന്യത കൊണ്ട് രേണു നശിപ്പിച്ചു എന്നുമായിരുന്നു ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു വന്നപ്പോൾ ഉയർന്ന പ്രധാന വിമർശനം. പക്ഷെ രേണുവിന് കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്നുള്ള താരത്തിന്റെ ഇപ്പോഴുള്ള പ്രവൃത്തികളിൽ നിന്ന് വ്യക്തമാണ്. ബിഗ് ബോസ് ഷോയിൽ നിന്ന് 100 ദിവസം നിന്നാൽ സമ്പാദിക്കാൻ കഴിയുന്നത് 15 ദിവസം കൊണ്ട് താരം സമ്പാദിക്കുന്നുണ്ട്. ഒപ്പം സ്വർണ്ണാഭരണങ്ങൾ അടക്കം ഗിഫ്റ്റുകളായും ഇന്റർനാഷണൽ ട്രിപ്പുകളും രേണുവിന് ലഭിക്കുന്നുണ്ട്. ഷോയിൽ നിന്ന് പുറത്തു വന്ന ശേഷം സ്വദേശത്തും വിദേശത്തുമായി നിരന്തരം ഉദ്ഘാടനങ്ങളും പ്രൊമോഷനുമായിട്ട് തിരക്കിലാണ് താരം. കഴിഞ്ഞ 15 ദിവസമായി ദുബായിലെ ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടി പോയിരിക്കുകയായിരുന്നു രേണു. പാപ്പലൂൺ എന്ന റെസ്റ്റോറന്റിന്റെ പാട്ട് പാടുന്നതിന്റെയും ഡാൻസ് ചെയ്യുന്നതിന്റെയൊക്കെ വീഡിയോ പുറത്തു വന്ന ശേഷം താരം ബാർ ഡാൻസറായി ജോലി ചെയ്യാൻ പോയതാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു. റെസ്റ്റോറന്റിന്റെ മാത്രമല്ല ചില ബ്യൂട്ടി സലൂണുകളുടെ പ്രൊമോഷനിലും പങ്കാളിയായിരുന്നു താരം. 15 ദിവസത്തെ ദുബായ് ട്രിപ്പിന് ശേഷം തിരികെ നാട്ടിലെ രേണുവിന്റെ വീഡിയോ വൈറലായിരുന്നു. എന്തായാലും ദുബായ് യാത്രയ്ക്ക് ശേഷം ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയെന്നും ഡയമണ്ട് ആഭരണങ്ങൾ വരെ ഗിഫ്റ്റ് കിട്ടിയെന്നും മോതിരയും മാലയുമാണ് കിട്ടിയത്. ഫോണൊന്നും വാങ്ങിയില്ല, എനിക്ക് കഴിയും പോലെ ദുബായ് ട്രിപ്പ് അടിച്ചു പൊളിച്ചു എന്നാണ് താരം പറഞ്ഞത്. ബാർ ഡാൻസർ വിവാദത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നോ കമന്റ്സ് എന്നായിരുന്നു മറുപടി. അതൊരു ഫാമിലി റെസ്റ്റോറന്റ് ആണ്, ഒരുപാട് പേര് ഫാമിലി ആയിട്ട് എന്നെ കാണാൻ വന്നു, ഒരുപാട് ഗിഫ്റ്റ് തന്നു എന്ന് മാത്രം പറഞ്ഞ രേണു അത് അവസാനിപ്പിച്ചു. മാതാപിതാക്കളും മക്കളായ കിച്ചുവും ഋതപ്പനും എല്ലാം രേണുവിനെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിലും വന്നിരുന്നു. എന്തായാലും ദുബായിൽ നിന്ന് തിരികെ വന്നപ്പോൾ രേണു അടിമുടി ആകെ മാറി. വസ്ത്രധാരണത്തിലും മേക്കപ്പിലും എല്ലാ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
മോഡൽ ലുക്കിൽ കൂടുതൽ ചെറുപ്പമായിട്ടുണ്ട് രേണു എന്നാണ് കമന്റുകൾ. എന്തായാലും ബേബി ഹൗസിൽ നിൽക്കുന്നതിനേക്കാള് ക്യാഷ് പുറത്ത് പ്രമോഷന് പോയാൽ കിട്ടും. 100 ദിവസം ഹൗസിൽ നിന്ന് കഴിഞ്ഞ് ഓരോരുത്തർ പുറത്തിറങ്ങുമ്പോഴേക്കും പരമാവധി ഉദ്ഘാടനങ്ങൾ രേണു ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകും. രേണു ബുദ്ധിമതി തന്നെയാണ് എന്നാണ് ഏറെയും പ്രേക്ഷക പ്രതികരണങ്ങൾ.